ഹലോ കൂട്ടുകാരെ, നമ്മൾ ഇന്ന് ക്ലാസ് 9 കെമിസ്ട്രി ചാപ്റ്റർ 1 സ്ട്രക്ചർ ഓഫ് ആറ്റം ആറ്റത്തിൻ്റെ ഘടനയിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇലക്ട്രോണിക് വിന്യാസം എഴുതുന്നതൊക്കെ പഠിച്ചു. ഇനി നമ്മൾ ഓർബിറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷനാണ് പഠിക്കുന്നത്. ഓർബിറ്റ് ഇലക്ട്രോണിക് വിന്യാസം ചിത്രീകരണമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓർബിറ്റിൽ എങ്ങനെയാണ് നമ്മൾ ഇലക്ട്രോണിക് വിന്യാസം കാണിക്കുന്നത് അതാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ ഹൈഡ്രജൻ നോക്കൂ. ഹൈഡ്രജൻ പറയുമ്പോൾ അതിൽ അറ്റോമിക് നമ്പർ എന്താണ്? 1 ആണ്. ഇലക്ട്രോൺസിൻ്റെ എണ്ണം അപ്പോൾ എത്രയാണ്? 1 ആണ്. പ്രോട്ടോൺസിൻ്റെ എണ്ണവും 1 ആണ്. ഇലക്ട്രോണിക് വിന്യാസം വരുമ്പോൾ 1 എന്നേ ഉള്ളൂ. ന്യൂട്രോൺസിൻ്റെ എണ്ണം 1 - 1 0 ആണ് ന്യൂട്രോണിൻ്റെ എണ്ണം. അപ്പോൾ നമ്മളിത് വരയ്ക്കുന്നതെന്ന് വെച്ചാൽ നടുക്കൊരു സർക്കിള്, എന്നിട്ട് അതിൽ പ്രോട്ടോണിൻ്റെ എണ്ണം ന്യൂട്രോണിൻ്റെ എണ്ണം എഴുതും. അപ്പോൾ ഹൈഡ്രജൻ എടുക്കുമ്പോൾ അതിനകത്ത് പ്രോട്ടോണിൻ്റെ എണ്ണം 1 ആണ്. അപ്പോൾ 1p എന്ന് എഴുതും. 1p. പ്രോട്ടോൺ എന്ന് പറയുന്നത് p അല്ലേ, അപ്പോൾ 1p. ഇനി ന്യൂട്രോണിൻ്റെ എണ്ണം അവിടെ എത്രയാണ്? 1 - 1 0. അപ്പോൾ 0n എന്ന് എഴുതും. 0n ഈ സർക്കിളിൽ തന്നെ ഇരിക്കണേ എൻ്റെ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ആദ്യം വരയ്ക്കുന്നത്. അതിന് ശേഷം നമ്മൾ എന്താണ്, എത്ര ഇലക്ട്രോൺസ് ആണ്? 1. അതിന് വേണ്ടി അടുത്ത സർക്കിൾ വരയ്ക്കുക. അതിൽ എത്ര ഇലക്ട്രോൺ ആണ്? 1 ഇലക്ട്രോണേ ഉള്ളൂ. അപ്പോൾ ഒരു ഓർബിറ്റിൻ്റെ ആവശ്യമുള്ളൂ. അതിൽ ഇലക്ട്രോണിനെ ഇങ്ങനെ കാണിക്കുക. അപ്പോൾ ആദ്യത്തെ ഓർബിറ്റ് 1 ആണ്. അത് ഏതാണ്? ഷെല്ല്, കെ ഷെല്ലാണ്. അപ്പോൾ ഈ പ്രോട്ടോണും ന്യൂട്രോണും ഈ ഇരിക്കുന്ന ഈ സെൻട്രൽ ഭാഗമാണ് എന്തെന്ന് പറയുന്നത്? ന്യൂക്ലിയസ്. അപ്പോൾ ഇതിൽ സെൻട്രൽ ഭാഗമാണ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. അതിനകത്ത് പ്രോട്ടോണിൻ്റെ ന്യൂട്രോണിൻ്റെ എണ്ണമാണ് എഴുതുന്നത്. പ്രോട്ടോൺ എത്ര ആണോ അത്രയും p, ന്യൂട്രോൺ എത്ര ആണോ അത്രയും n, അങ്ങനെയാണ് എഴുതേണ്ടത് കേട്ടോ. ഇനിയും അടുത്ത ഓർബിറ്റ് വരയ്ക്കുക. ആ ഓർബിറ്റിലാണ് നമ്മൾ ഇലക്ട്രോണിനെ ഇരുത്തി തുടങ്ങുന്നത്. ആദ്യത്തെ ഓർബിറ്റ് കെ ഷെല്ല്, അടുത്ത L, M, അങ്ങനെ പോകും. അപ്പോൾ ആദ്യത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺസേ നമുക്ക് പറ്റത്തുള്ളൂ. കെ ഷെല്ലിൽ അതിൻ്റെ ഏത് ഇക്വേഷനാണ്? 2n² വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ. ഇനി അടുത്ത ഷെല്ല് L ഷെല്ല് വരുമ്പോഴത്തേക്ക് അതിൽ 8 ഇലക്ട്രോൺസേ നമുക്ക് സാധിക്കത്തുള്ളൂ. ഇതിൽ 2 ഇലക്ട്രോൺസേ മാക്സിമം ഉൾക്കൊള്ളത്തുള്ളൂ. ഇവിടെ 8 ഇലക്ട്രോൺസേ ഉള്ളൂ. പിന്നെ M ഷെല്ല് വരെ ഉള്ളതേ നമുക്ക് പഠിക്കാനുള്ളൂ. M ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് വരെ ഇരുത്തുന്നതേ നമുക്ക് ഈ ക്ലാസ്സിൽ പഠിക്കാനും ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ വരുന്നത്. അപ്പോൾ ഇനി നോക്കാം. ബോറോണിൻ്റെ തന്നിട്ടുണ്ട്. ബോറോൺ എന്ന് പറയുമ്പോൾ അറ്റോമിക് നമ്പർ 5 ആണ്. മാസ് നമ്പർ 11 ആണ്. ഓക്കെ, മാസ് നമ്പർ 11 ആണ്. അറ്റോമിക് നമ്പർ 5 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ പ്രോട്ടോണിൻ്റെ എന്താ എത്രയാണ്? 5p ആണ്. ഇനി ന്യൂട്രോണിൻ്റെ എണ്ണം 11 - 5 6n ആണ്. ഇതെവിടെ ഇരിക്കുന്ന ആൾക്കാരാണ്? ന്യൂക്ലിയസിലിരിക്കുന്ന ആൾക്കാരാണ്. ഓക്കെ, ഇനി അടുത്തത് എന്താണോ? ഇലക്ട്രോണിക് വിന്യാസം. ഇലക്ട്രോണിക് വിന്യാസം വരുമ്പോഴത്തേക്ക് എങ്ങനെയാണ്? ഇലക്ട്രോണിൻ്റെ എണ്ണം എത്രയാണ് ഇവിടെ? 5 ആണ് അല്ലേ. അപ്പോൾ ഇലക്ട്രോണിക് വിന്യാസം 2 3 എന്ന് വരും. 2 3 വരും. എന്ന് വെച്ചാൽ ആദ്യത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺസ്, അടുത്ത L ഷെല്ലിൽ 3 ഇലക്ട്രോൺസ്. അപ്പോൾ ആദ്യത്തെ ഓർബിറ്റ് അതിൽ എത്ര ഇലക്ട്രോൺസ്? 2 ഇലക്ട്രോൺസ്. അതുകൊണ്ട് തീർന്നോ? ഇല്ല, ഇനി ഒരു ഷെല്ലും കൂടെ വരും. അതിൽ 3 ഇലക്ട്രോൺസ്. 1 2 3. അപ്പം നടുക്ക് ന്യൂക്ലിയസിൻ്റെ അകത്ത് പ്രോട്ടോണും ന്യൂട്രോണും. പ്രോട്ടോൺ ഇവിടെ അറ്റോമിക് നമ്പർ ഈക്വലാണ്. അപ്പോൾ 5p. ഇലക്ട്രോൺ എന്ന് പറയുന്നതും അറ്റോമിക് നമ്പർ ഈക്വലാണ് 5. ന്യൂട്രോൺ എന്ന് പറയുന്നത് മാസ് നമ്പർ 11 ആണ്. അപ്പോൾ 11 - 5 എത്ര കിട്ടും? 6 എന്ന് കിട്ടും. അപ്പോൾ 6n. 5p 6n. ഇനി അടുത്താണ് ഓർബിറ്റ് വരച്ചു കൊടുക്കുന്നത്. ആ ഓർബിറ്റിൽ ഫസ്റ്റ് ഓർബിറ്റിൽ 2 ഇലക്ട്രോണെ മാക്സിമം പറ്റുള്ളൂ. അപ്പോൾ 2 ഇലക്ട്രോൺ ഇരുത്തി. ഇനി എത്ര ഇലക്ട്രോൺ ഉണ്ട്? 3 ഇലക്ട്രോൺ. അത് അടുത്ത L ഷെല്ലിൽ 3 ഇലക്ട്രോണിനെ ഹോൾഡ് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് നമ്മളുടെ ഓർബിറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഓർബിറ്റ് ഇലക്ട്രോണിക് വിന്യാസം എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് വരയ്ക്കേണ്ടത്. മനസ്സിലായോ? Diagrammatically represent the orbit electron configuration of aluminum 1327. Aluminum atomic number 13, mass number 27. അതിൻ്റെ ഓർബിറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ ആദ്യം നമുക്ക് അറിയാവുന്നതൊക്കെ ഒന്ന് എഴുതാം അല്ലേ. അറ്റോമിക് നമ്പർ എന്താണ്? Z ആണ്. എത്ര ആണത്? 13.
ഇനി മാസ് നമ്പർ എ ആണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതെവിടെ എത്രയാണ്? 27. ഇനി പ്രോട്ടോണിൻ്റെ എണ്ണം ഇവിടെ എത്രയാണ്? ഈക്വൽ ടു ആർക്ക് ഈക്വലാണ്? അറ്റോമിക് നമ്പറിന് ഈക്വലാണ്. അപ്പോൾ പ്രോട്ടോൺ 13, ഇലക്ട്രോണിൻ്റെ എണ്ണവും ഈക്വൽ ടു അറ്റോമിക് നമ്പർ. അപ്പോൾ ഇലക്ട്രോണിൻ്റെ എണ്ണവും 13. ന്യൂട്രോണിൻ്റെ എണ്ണം എന്ന് പറയുന്നത് മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ. അപ്പോൾ മാസ് നമ്പർ 27 ആണ്, അറ്റോമിക് നമ്പർ 13 ആണ്. അപ്പോൾ 27 മൈനസ് 13 വരുമ്പോഴത്തേക്ക് ന്യൂട്രോണിൻ്റെ എണ്ണം 14 എന്ന് വരും. അപ്പോൾ എല്ലാം ആയല്ലോ. ഇനി നമുക്ക് ഇലക്ട്രോണിക് വിന്യാസവും കൂടെ എഴുതാം. ഇലക്ട്രോണിക് വിന്യാസം, ഇലക്ട്രോണിൻ്റെ എണ്ണം നോക്കുക. അപ്പോൾ 2, ആദ്യത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോണ്. ഇനി അടുത്ത ഷെല്ലിൽ മാക്സിമം 8 ഇലക്ട്രോൺസിന് എടുത്തിട്ടുള്ളൂ. അപ്പോൾ 8. ഇനിയുണ്ടല്ലോ ഇലക്ട്രോൺസ്. അപ്പോൾ 2 + 8 10 ഇനി 3 ഇലക്ട്രോൺസ് ഉണ്ട്. അത് അടുത്ത എം ഷെല്ലിൽ എഴുതുന്നു. അപ്പോൾ 3. അപ്പോൾ നമ്മുടെ ഇലക്ട്രോണിക് വിന്യാസം എങ്ങനെ വരും? 2, 8, 3 എന്ന് വരും. നമുക്ക് വരയ്ക്കാം. എങ്ങനെയാണ് വരയ്ക്കുന്നത്? നടുക്ക് എന്താണ്? ന്യൂക്ലിയസ്. ന്യൂക്ലിയസിൽ പ്രോട്ടോണെ ന്യൂട്രോണെ എഴുതണം. അപ്പോൾ 13 പിയും 14 എന്നും ആണ് വരുന്നത്. കുറച്ചുകൂടി വലുതായിട്ട് വരയ്ക്കണം. ഞാൻ ചെറുതായിപ്പോൾ വരച്ചത്, അതുകൊണ്ടാണ്. 13 പിയും 14 എന്നും. ഫസ്റ്റ് ഓർബിറ്റ് എത്ര ഇലക്ട്രോൺസ് ആണ്? 2 ഇലക്ട്രോൺസ്. സെക്കൻഡ് ഓർബിറ്റ് എൽ ഷെല്ലിൽ 8 ഇലക്ട്രോൺസ്. 1, 2, 3, 4, 5, 6, 7, 8. ഇനി എം ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ആണ്? 3 ഇലക്ട്രോൺസ്. 1, 2, 3. ഇതാണ് അലൂമിനിയത്തിൻ്റെ ഓർബിറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഓർബിറ്റ് ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇത് ഓർബിറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ആറ്റം ഈസ് ഗിവൻ. ഒരു ആറ്റത്തിൻ്റെ ഓർബിറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് അറ്റോമിക് നമ്പർ, മാസ് നമ്പർ, നമ്പർ ഓഫ് പ്രോട്ടോൺസ്, ഇലക്ട്രോണുകളുടെ എണ്ണം, പ്രോട്ടോണുകളുടെ എണ്ണം, ഇലക്ട്രോണിക് വിന്യാസം ഇതൊക്കെ കണ്ടുപിടിച്ച് എഴുതാൻ പറ്റുമോ? കണ്ടുപിടിച്ച് എഴുതാൻ പറ്റും. നടുക്ക് തന്നിരിക്കുന്ന ന്യൂക്ലിയസിൽ, സെൻറ്റർ ഭാഗത്തുള്ള ന്യൂക്ലിയസിൽ എന്തൊക്കെയുണ്ട്? പ്രോട്ടോണിൻ്റെ എണ്ണം, ന്യൂട്രോണിൻ്റെ എണ്ണം ഉണ്ട്. പ്രോട്ടോണിൻ്റെ എണ്ണം എന്ന് പറയുന്നത് ആർക്ക് ഈക്വലാണ്? അറ്റോമിക് നമ്പറിന് ഈക്വലാണ് അല്ലേ. ഇനി ന്യൂട്രോണിൻ്റെ എണ്ണം തന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? പ്രോട്ടോൺ പ്ലസ് ന്യൂട്രോൺ എന്ന് പറയുന്നത് പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ എണ്ണം എന്ന് പറയുന്നത് ആരാണ്? മാസ് നമ്പർ എ ആണ് അല്ലേ. അപ്പോൾ അറ്റോമിക് നമ്പർ 18 ആണ്. പ്രോട്ടോൺ ഇവിടെ 18 ആണ്. അപ്പോൾ അറ്റോമിക് നമ്പർ 18 ആണ്. മാസ് നമ്പർ എന്ന് പറയുമ്പോൾ 22 + 18. പ്രോട്ടോണിൻ്റെ എണ്ണം പ്ലസ് ന്യൂട്രോണിൻ്റെ എണ്ണം 22 + 18 എന്ന് വരും. അപ്പോൾ 40 എന്ന് വരും മാസ് നമ്പർ. ഇനി പ്രോട്ടോണുകളുടെ എണ്ണം 18, 18 പി അല്ലേ. അപ്പോൾ 18. ന്യൂട്രോണിൻ്റെ എണ്ണം 22 എൻ എന്നല്ലേ. അപ്പോൾ 22. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ എഴുതും? പ്രോട്ടോണിൻ്റെ എണ്ണം വെച്ച് എഴുതിയാൽ പോരെ. അപ്പോൾ 2, 8. ഇനി 8 ഇലക്ട്രോൺസ്, അത് എം ഷെല്ലിൽ ഇരുത്തുന്നു. ആദ്യത്തെ ഷെല്ല് കെ ഷെല്ലിൽ 2 ഇലക്ട്രോൺസേ പറ്റത്തുള്ളൂ, അത് ഫില്ലായി. അടുത്ത എൽ ഷെല്ലിൽ 8 ഇലക്ട്രോൺസേ പറ്റത്തുള്ളൂ, അതും ഫില്ലായി. ഇനി ബാക്കി വരുന്ന അടുത്ത എം ഷെല്ലിലാണ്, അവിടെ 8. അപ്പോൾ മൊത്തത്തിൽ 18 ഇലക്ട്രോൺസ് ആയി. അപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ വരും? 2, 8, 8. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഓർബിറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നാൽ അറ്റോമിക് നമ്പറും മാസ് നമ്പറും നമ്പർ ഓഫ് പ്രോട്ടോൺസും നമ്പർ ഓഫ് ന്യൂട്രോൺസും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഇലക്ട്രോണിക് വിന്യാസമൊക്കെ എഴുതാൻ സാധിക്കും. ഇനി നമ്മൾ ഐസോടോപ്പുകളെ പറ്റിയാണ് പഠിക്കുന്നത്. ഇത് നമ്പർ ഓഫ് വിച്ച് സബ് അറ്റോമിക് പാർട്ടിക്കിൾ ഡിറ്റർമൈൻസ് ആൻ എലമെൻറ്റ്. ഒരു മൂലകം ഏതാണെന്ന് നിശ്ചയിക്കുന്ന അതിലെ ഏത് സബ് അറ്റോമിക് കണങ്ങളുടെ എണ്ണമാണ്? പ്രോട്ടോണിൻ്റെ എണ്ണം. ഏത് സബ് അറ്റോമിക് പാർട്ടിക്കിളിൻ്റെ എണ്ണം അനുസരിച്ചാണ് നമ്മൾ എലമെൻ്റ് ആണ് തീരുമാനിക്കുന്നത്? പ്രോട്ടോണുകളുടെ എണ്ണം, പ്രോട്ടോൺ. സി ഫിഗർ 1.10 ഗിവൺ ബിലോ. താഴെ കൊടുത്തിരിക്കുന്ന ചിത്രം നോക്കൂ. പ്രോട്ടിയം H11, ഡ്യൂറ്റീരിയം H12, ട്രീഷ്യം H13. പ്രോട്ടിയം H11, ഡ്യൂറ്റീരിയം H12, ട്രീഷ്യം H13. ഇതെല്ലാം ഹൈഡ്രജൻ്റെ ഐസോടോപ്പുകളാണ്. ഇതെല്ലാം എന്താണ്? ഹൈഡ്രജൻ്റെ ഐസോടോപ്പുകളാണ്. ഹൈഡ്രജന് 3 ഐസോടോപ്പുകളാണുള്ളത്. H11 പ്രോട്ടിയം, H12 ഡ്യൂറ്റീരിയം, H13 ട്രീഷ്യം. അപ്പോൾ ഇതിലെന്താ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവുന്നത്? നമ്മൾ പറഞ്ഞു ലെഫ്റ്റ് സൈഡിൽ താഴെ എഴുതുന്നതാണ് അറ്റോമിക് നമ്പർ, മുകളിൽ എഴുതുന്നതാണ് മാസ് നമ്പർ. അപ്പോൾ ഇതിൻ്റെ എല്ലാ അറ്റോമിക് നമ്പർ സെയിം ആണ്. പക്ഷെ എന്താണ് ഡിഫറെൻറ്റ്? ഇതിൽ മാസ് നമ്പർ ഓരോത്തിൻ്റെയും കേസിൽ ഡിഫറെൻ്റ് ആണ് അല്ലേ.
അപ്പോൾ ഐസോടോപ്പുകൾ എന്ന് പറയുന്നത് അറ്റോമിക് നമ്പർ സെയിം ആയിരിക്കും ബട്ട് ഡിഫറെൻറ്റ് മാസ് നമ്പറുകൾ വ്യത്യാസമായിരിക്കും. അങ്ങനെയുള്ളവരെയാണ് നമ്മൾ ഒരു എലമെൻറ്റിൻ്റെ മാസ് നമ്പർ ഡിഫറെൻറ്റും അറ്റോമിക് നമ്പർ സെയിമും ആയിരിക്കുന്നവയാണ് നമ്മൾ ഐസോടോപ്പുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഹൈഡ്രജൻ്റെ ഐസോടോപ്പുകൾ 3 എണ്ണമാണ്. പ്രോട്ടിയം H11, ഡ്യൂറ്റീരിയം H12, ട്രീഷ്യം H13. അതിൻ്റെ ഓർബിറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഓർബിറ്റ് ഇലക്ട്രോണിക് വിന്യാസവും തന്നിട്ടുണ്ട്. അടുക്ക് ന്യൂക്ലിയസ് 1p 0 ന്യൂട്രോൺ ആണ്. ഇനി അടുത്തത് ഡ്യൂറ്റീരിയത്തിനകത്ത് 1p 1 ന്യൂട്രോൺ ആണ്. കാരണം എന്താണ്, ഇവിടെ മാസ് നമ്പർ 2 ആണ്. 2 - 1 എന്താണ്, 1 ആണ്. അപ്പോൾ ന്യൂട്രോണിൻ്റെ എണ്ണം ഇവിടെ എത്ര ഉണ്ട്, 1 ഉണ്ട്. ഇനി ട്രീഷ്യം വരുമ്പോഴത്തേക്ക് അവിടെ ന്യൂട്രോണിൻ്റെ എണ്ണം 2 ആണ്, മാസ് നമ്പർ 3 ആണ്. അപ്പോൾ -1, അറ്റോമിക് നമ്പർ 3 - 1 ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 2 എന്ന് കിട്ടും ന്യൂട്രോണിൻ്റെ എണ്ണം. അപ്പോൾ ന്യൂക്ലിയസിനകത്ത് 1p 2n ആണ്. ട്രീഷ്യത്തിൻ്റെ വരുമ്പോൾ പിന്നെ ഓർബിറ്റിൽ ഓരോ ഇലക്ട്രോൺ വെച്ചോളൂ. ഈക്വൽ ടു പ്രോട്ടോണിൻ്റെ എണ്ണത്തിന് ഈക്വൽ ആണല്ലോ. അപ്പോൾ ഓരോ ഇലക്ട്രോണിനെ വെച്ച് ആദ്യത്തെ ഓർബിറ്റിൽ കാണിക്കുന്നു. ഇതാണ് ഓരോ ഐസോടോപ്പ് ഹൈഡ്രജൻ്റെയും ഓർബിറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇങ്ങനെയാണ്. ഓർബിറ്റ് ഇലക്ട്രോണിക് വിന്യാസം വരുന്നത് ഇങ്ങനെയാണ്. ഇനി നമുക്ക് ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാം. പ്രോട്ടിയം എന്ന് പറയുമ്പോഴത്തേക്ക് പ്രോട്ടോണിൻ്റെ എണ്ണം 1 ആണ്. ഇതാണ് പ്രോട്ടിയത്തിൻ്റെത്. അപ്പോൾ ന്യൂട്രോണിൻ്റെ എണ്ണം എത്രയാണ്, 0 ആണ്. 1 - 1 0. ഇലക്ട്രോണിൻ്റെ എണ്ണം അവിടെ 1 ആണ്. നമുക്ക് ഓർബിറ്റിൽ ഒരു ഇലക്ട്രോൺ അല്ലേ ഉള്ളൂ, 1. അറ്റോമിക് നമ്പർ എന്താ, ഈക്വൽ ടു പ്രോട്ടോണിൻ്റെ നമ്പറാണ്. അപ്പോൾ അത് 1. മാസ് നമ്പർ എത്രയാണ് പ്രോട്ടിയത്തിൻ്റെ, 1 ആണ്. ഇനി രണ്ടാമത്തെയാണ് ഡ്യൂറ്റീരിയം എന്ന് പറയുന്നത്. ഡ്യൂറ്റീരിയത്തിൽ പ്രോട്ടോണിൻ്റെ എണ്ണം 1 ആണ്, ന്യൂട്രോണിൻ്റെ എണ്ണം 1 ആണ്. ഇനി ഇലക്ട്രോണിൻ്റെ എണ്ണമോ, ഇലക്ട്രോണിൻ്റെ എണ്ണവും 1 ആണ്. അറ്റോമിക് നമ്പറും 1 ആണ്. മാസ് നമ്പർ 2 ആണ്. മാസ് നമ്പർ എത്രയാണ് ഡ്യൂറ്റീരിയത്തിൽ, 2 ആണ്. അപ്പോൾ ട്രീഷ്യം എന്ന് പറയുമ്പോൾ പ്രോട്ടോണിൻ്റെ എണ്ണം 1 ആണ്, ന്യൂട്രോണിൻ്റെ എണ്ണം 2 ആണ്. ട്രീഷ്യത്തിൽ 3 - 1 2 ആണ് ന്യൂട്രോണിൻ്റെ എണ്ണം. ഇലക്ട്രോണിൻ്റെ എണ്ണം 1 ആണ്. അറ്റോമിക് നമ്പറും 1 ആണ്. മാസ് നമ്പർ 3 ആണ്. ഓക്കെ, സംശയമില്ലല്ലോ. അപ്പോൾ പ്രോട്ടിയം, ഡ്യൂറ്റീരിയം, ട്രീഷ്യം ഇവരുടെ സിമ്പിൾ പഠിച്ചോണം. H11 പ്രോട്ടിയം, ഡ്യൂറ്റീരിയം H12, ട്രീഷ്യം H13. വാട്ട് ഈസ് ദി അറ്റോമിക് നമ്പർ ഓഫ് ദീസ് ആറ്റം? ഈ ആറ്റങ്ങൾ അറ്റോമിക് നമ്പർ എന്താണ്, അറ്റോമിക് നമ്പർ 1 ആണ്. എല്ലാത്തിനും അറ്റോമിക് നമ്പർ 1 ആണ്. വിച്ച് ഈസ് ദി എലമെൻറ്റ് ഹാവിങ് അറ്റോമിക് നമ്പർ 1? അറ്റോമിക് നമ്പർ 1 ഉള്ള മൂലകം ഏതാണ്? ഹൈഡ്രജൻ. ഏത് മൂലകത്തിനാണ് അറ്റോമിക് നമ്പർ 1 ഉള്ളത്? ഹൈഡ്രജൻ ആണ് അറ്റോമിക് നമ്പർ 1 ഉള്ള മൂലകം, എലമെൻറ്റ്. Then all these are ഹൈഡ്രജൻ ആറ്റം. എങ്കിൽ ഇവ 3 എന്താണ്, ഹൈഡ്രജൻ ആറ്റങ്ങളാണ്. ഇവരുടെ എല്ലാ അറ്റോമിക് നമ്പർ 1 ആയതുകൊണ്ട് ഇവയെല്ലാം എന്തെന്ന് പറയുന്നു, ഹൈഡ്രജൻ ആറ്റങ്ങൾ എന്ന് പറയുന്നു. ആരെ, പ്രോട്ടിയം, ഡ്യൂറ്റീരിയം, ട്രീഷ്യത്തെ അറ്റോമിക് നമ്പർ 1 ആയതുകൊണ്ട് ഇവരെ ഹൈഡ്രജൻ ആറ്റംസ് എന്ന് പറയുന്നു. ഇൻ ദി നമ്പർ ഓഫ് വിച്ച് പാർട്ടിക്കിൾ ഡു ദീസ് ആറ്റംസ് ഡിഫർ? ഈ ആറ്റങ്ങൾ തമ്മിൽ ഏത് കണത്തിൻ്റെ എണ്ണത്തിലാണ് വ്യത്യാസം വരുന്നത്? മാസ് നമ്പർ. ഏതിൻ്റെ വ്യത്യാസം? എ. മാസ് നമ്പറിനാണ് വ്യത്യാസം വന്നത്. മാസ് നമ്പർ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഏത് അക്ഷരം ഉപയോഗിച്ചാൽ എ അല്ലേ. അപ്പോൾ മാസ് നമ്പറിലാണ് ഇവർക്ക് എല്ലാം വ്യത്യാസം വരുന്നത് അല്ലേ. അറ്റോമിക് നമ്പർ അല്ല ഈക്വൽ ആണ്, പക്ഷേ ഏതിലാണ് വ്യത്യാസം വരുന്നത്? മാസ് നമ്പറിലാണ് ഡിഫറൻസ് വരുന്നത്. ആദ്യം മാസ് നമ്പർ ഓഫ് ദീസ് ആറ്റം സെയിം. ഇവയുടെ മാസ് നമ്പർ ഒരുപോലെയാണോ? അല്ല, നോ. മാസ് നമ്പർ സെയിം അല്ല. വിച്ച് ഓഫ് ദം ഹാസ് നോ ന്യൂട്രോൺ ഇൻ ദി ന്യൂക്ലിയസ്? ന്യൂക്ലിയസിൽ ന്യൂട്രോണിൻ്റെ എണ്ണം ഇല്ലാത്ത ആർക്കാണ്? പ്രോട്ടിയത്തിന്. ആദ്യത്തെ പ്രോട്ടിയത്തിനാണ് ന്യൂക്ലിയസിൽ എന്തില്ല, ന്യൂട്രോണിൻ്റെ എണ്ണം 0 ആയിട്ടുള്ളത്. ഏതാ? പ്രോട്ടിയം H11. ന്യൂട്രോൺ 0 ആയിട്ടുള്ളത് അല്ലെങ്കിൽ ന്യൂക്ലിയസിൽ ന്യൂട്രോൺ ഇല്ലാത്ത ആറ്റം എന്ന് പറയുന്നത് പ്രോട്ടിയമാണ്. അപ്പോൾ ദീസ് ആർ ദി ഐസോടോപ്സ് ഓഫ് ഹൈഡ്രജൻ. ഇതെല്ലാം ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഐസോടോപ്പുകളാണ്. എന്നാൽ ഐസോടോപ്പ് എന്താന്ന് പറയാം? ഐസോടോപ്സ് ആർ ഡിഫറെൻറ്റ് ആറ്റംസ് ഓഫ് ദി സെയിം എലമെൻറ്റ് ഹാവിങ് ദി സെയിം അറ്റോമിക് നമ്പർ ബട്ട് ഡിഫറെൻറ്റ് മാസ് നമ്പർ. ഒരേ അറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരേ മൂലകത്തിൻ്റെ വ്യത്യസ്ത ആറ്റങ്ങളാണ് ഐസോടോപ്പുകൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഹൈഡ്രജൻ്റെ ഐസോടോപ്പുകളെ പറ്റിയാണ് നമ്മൾ പഠിച്ചത്. അവിടെ എന്താണ് നമ്മൾ കണ്ട പ്രത്യേകതകൾ? അറ്റോമിക് നമ്പർ സെയിം ആണ് അല്ലേ. അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ താഴെ ഇരുന്നാണ് അറ്റോമിക് നമ്പർ. അറ്റോമിക് നമ്പർ സെയിം ആണ്, പക്ഷേ മാസ് നമ്പർ വ്യത്യസ്തമായിരുന്നു. മാസ് നമ്പർ എന്ന് പറയുന്നത് മുകളിലേന്ന്. മാസ് നമ്പർ എല്ലാ ഐസോടോപ്പിൻ്റെയും ഹൈഡ്രജൻ്റെ 3 ഐസോടോപ്പിൻ്റെയും മാസ് നമ്പർ എന്തായിരുന്നു? വ്യത്യസ്തമായിരുന്നു. അങ്ങനെയുള്ളവരെയാണ് ഐസോടോപ്പുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ടോപ്പിലുള്ള ആൾക്കാർ ഡിഫറെൻറ്റ് വ്യത്യസ്തമായിരിക്കുന്നതാണ് ഐസോടോപ്പുകൾ. അത് ആലോചിക്കുക. മാസ് നമ്പർ ഡിഫറെൻ്റ് ആയിരിക്കും, വ്യത്യസ്തമായിരിക്കും. അറ്റോമിക് നമ്പർ സെയിം ആയിരിക്കും. അപ്പോൾ ടോപ്പിലുള്ള ആര് ഡിഫറെൻ്റ് ആണ്, വ്യത്യസ്തമാണെങ്കിൽ, താഴെയുള്ള ആൾക്കാർ സെയിം ആണെങ്കിൽ അങ്ങനെയുള്ളവരെ ഐസോടോപ്പുകൾ എന്ന് വിളിക്കും.
Isotopes exhibit the same chemical properties but they show slight variation in ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. അവർ ഒരേ രാസസ്വഭാവങ്ങളാണ് കാണിക്കുന്നതെങ്കിലും പക്ഷേ ഫിസിക്കൽ പ്രോപ്പർട്ടീസിന് ചില വേരിയേഷൻസ്, ഭൗതിക സ്വഭാവങ്ങൾക്ക് ചെറിയ വ്യത്യാസങ്ങൾ അവർ കാണിക്കുന്നുണ്ട്. ഹെവി വാട്ടർ ഇസ് ദി ഓക്സൈഡ് ഓഫ് ഡ്യൂറ്റീരിയം, ആൻ ഐസോട്ടോപ്പ് ഓഫ് ഹൈഡ്രജൻ. ഹെവി വാട്ടർ ഈസ് യൂസ്ഡ് ഇൻ ന്യൂക്ലിയർ റിയാക്ടേഴ്സ്. ഖനജലം, ഹെവി വാട്ടർ ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പായ ഡ്യൂറ്റീരിയത്തിൻ്റെ ഓക്സൈഡാണ്. അപ്പോൾ ഡ്യൂറ്റീരിയത്തിൻ്റെ ഓക്സൈഡാണ് ഏതെന്ന് പറയുന്നത്? ഖനജലം, ഹെവി വാട്ടർ. ഓർത്തിരിക്കണം, ഡ്യൂറ്റീരിയത്തിൻ്റെ ഓക്സൈഡാണ് ഹെവി വാട്ടർ, ഖനജലം. അപ്പോൾ ചോദിക്കാം, ഹെവി വാട്ടർ ഹൈഡ്രജൻ്റെ ഏത് ഐസോട്ടോപ്പാണ്? ഏതാണ്? ഡ്യൂറ്റീരിയം. അത് എവിടെയാണ് ഉപയോഗിക്കുന്നത്? ഖനജലം അല്ലെങ്കിൽ ഹെവി വാട്ടർ അല്ലെങ്കിൽ ഖനജലം എവിടെയാണ് ഉപയോഗിക്കുന്നത്? ആണവ നിലയങ്ങളിൽ, ന്യൂക്ലിയർ റിയാക്ടേഴ്സിലാണ് ഖനജലം ഉപയോഗിക്കുന്നത്. അത് ഡ്യൂറ്റീരിയത്തിൻ്റെ ഓക്സൈഡാണ് ഖനജലം എന്ന് പറയുന്നത്. ഓർത്തോളൂല്ലോ. Let us see whether hydrogen alone has isotopes. See the figure given below. ഹൈഡ്രജന് മാത്രമാണ് ഐസോട്ടോപ്പുകൾ ഉള്ളതെന്ന് നോക്കാം. വേറെയും എലമെൻസിന് അല്ലെങ്കിൽ മൂലകങ്ങൾക്ക് ഐസോട്ടോപ്പുകളുണ്ട്. അത് ആരൊക്കെയാണെന്ന് നമുക്ക് പഠിക്കാനുള്ളത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിനി കാർബണിൻ്റെ ഐസോട്ടോപ്പുകളെ പറ്റിയാണ് പഠിക്കുന്നത്. അപ്പോൾ കാർബണിൻ്റെ നാച്ചുറൽ ഐസോട്ടോപ്സുകളാണ് C12, C13, C14. ഏതൊക്കെയാണ് കാർബണിൻ്റെ പ്രകൃതിദത്ത ഐസോട്ടോപ്പുകൾ? C12, C13, C14. അപ്പോൾ C12 ആണ് ഏറ്റവും സ്ഥിരതയുള്ളതും ലഭ്യത കൂടിയതുമായ കാർബൺ ഐസോട്ടോപ്പ് എന്ന് പറയുന്നത്. ദി മോസ്റ്റ് സ്റ്റേബിൾ ആൻഡ് മോസ്റ്റ് അബഡൻറ്റ് ഐസോട്ടോപ്പ് ഓഫ് കാർബൺ ഈസ് C12 ആണ്. C12 ആണ് ഏറ്റവും സ്ഥിരതയുള്ളതും മോസ്റ്റ് സ്റ്റേബിൾ ആൻഡ് മോസ്റ്റ് അബഡൻറ്റ് ഐസോട്ടോപ്പ് ഓഫ് കാർബണിൻ്റെ മോസ്റ്റ് അബഡൻറ്റ് ഐസോട്ടോപ്പ് ഏതാണ്? ലഭ്യത കൂടിയതുമായ കാർബൺ ഐസോട്ടോപ്പ് C12 ആണ്. അപ്പോൾ ഇതാണ് C12ൻ്റെ ഓർബിറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഓർബിറ്റ് ഇലക്ട്രോണിക വിന്യാസം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രോട്ടോണിൻ്റെ എണ്ണം 6 ആണ്. C12ൻ്റെ ഇലക്ട്രോണിൻ്റെ എണ്ണവും 6 ആണ്. ന്യൂട്രോണിൻ്റെ എണ്ണവും എന്താണ്? 6 ആണ് അല്ലേ? നമുക്ക് ഓർബിറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വെച്ച് പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ ഒക്കെ എഴുതാമല്ലോ. അപ്പോൾ ഇതാണ് C12ൻ്റെ. ഇനി C13 എന്ന് പറയുന്ന കാർബണിൻ്റെ ആകെ ഐസോട്ടോപ്പുകളിൽ ഏകദേശം 1.1% മാത്രമാണ് C13 എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എമൗണ്ട് ഓഫ് C13 എമോങ് ദി ഐസോട്ടോപ്സ് ഓഫ് കാർബൺ ഈസ് അപ്രോക്സിമേറ്റ്ലി 1.1% മാത്രമേ C13 കാർബൺ ഐസോട്ടോപ്സുകൾ ഉള്ളൂ. അപ്പോൾ ഇതാണ് C13 എന്ന് പറയുന്നത്. പ്രോട്ടോൺ എന്ന് പറയുന്നത് 6 ആണ്. ഇലക്ട്രോൺ എന്ന് പറയുന്നത് 6 ആണ്. ന്യൂട്രോൺ 7 ആണ്. പ്രോട്ടോൺ 6, ഇലക്ട്രോൺ 6, ന്യൂട്രോൺ 7 ആണ്. This isotope is used to study the metabolic process in plants and animals. പ്ലാന്റ്സിലും ആനിമൽസിലും അതിൻ്റെ മെറ്റബോളിക് പ്രോസസ്സ്, ഇത് സസ്യങ്ങളിലും ജന്തുക്കളിലും നടക്കുന്ന ജീവൽ പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിക്കാനാണ് C13 ഉപയോഗിക്കുന്നത്. C13 എന്തിനാണ് ഉപയോഗിക്കുന്നത്? പ്ലാന്റ്സിലും ആനിമൽസിലും ഉള്ള മെറ്റാബോളിക് പ്രോസസ്സിനെ പഠിക്കാനാണ് C13 ഐസോട്ടോപ്പ് ഉപയോഗിക്കുന്നത്. അപ്പോൾ C13 എന്തിനാണ് ഉപയോഗിക്കുന്നത്? സസ്യങ്ങളിലും ജന്തുക്കളിലും നടക്കുന്ന ജീവൽ പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിക്കാനാണ് C13 ഉപയോഗിക്കുന്നത്. ഇനി മൂന്നാമത്താണ് C14. അതെന്ന് പറയുന്നത് ഒരു റേഡിയോ ഐസോട്ടോപ്പാണ്. എങ്ങനത്തെ ഐസോട്ടോപ്പാണ്? റേഡിയോ ആക്റ്റീവായ ഐസോട്ടോപ്പാണ് C14 എന്ന് പറയുന്നത്. ഇതാണ് C14ൻ്റെ ഓർബിറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. പ്രോട്ടോണിൻ്റെ എണ്ണം 6 ആണ്. ഇലക്ട്രോണിൻ്റെ എണ്ണം 6 ആണ്. ന്യൂട്രോണിൻ്റെ എണ്ണം 8 ആണ്. അപ്പോൾ C14ൽ ന്യൂട്രോണിൻ്റെ എണ്ണം 8 ആണ്. ഇലക്ട്രോണിൻ്റെ എണ്ണം 6 ആണ്. പ്രോട്ടോണിൻ്റെ എണ്ണം 6 ആണ്. C14 എന്ന് പറയുന്ന ഒരു റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പാണ്. C14 എന്ന് പറയുന്നത് എന്താണ്? റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പാണ്. ദിസ് ഈസ് യൂസ്ഡ് ടു ഡിറ്റർമൈൻ ദി ഏജ് ഓഫ് ഫോസിൽസ്. ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാനാണ് C14 ഉപയോഗിക്കുന്നത്. അപ്പോൾ 3 കാർബൺ ഐസോട്ടോപ്പുകളാണ് C12, C13, C14. C12 എന്ന് പറയുന്നത് ഏറ്റവും സ്ഥിരതയുള്ളതും മോസ്റ്റ് സ്റ്റേബിളും ലഭ്യത കൂടിയതുമായ കാർബൺ ഐസോട്ടോപ്പാണ് C12. കാർബണും ഐസോട്ടോപ്പുകളിൽ C13 എന്ന് പറയുന്നത് ഏകദേശം 1.1% മാത്രമേ ഉള്ളൂ. ഇത് സസ്യങ്ങളിലും ജന്തുക്കളിലും പ്ലാന്റ്സ് ആൻഡ് ആനിമൽസിൽ നടക്കുന്ന മെറ്റബോളിക് പ്രോസസ്സ്, ജീവൽ പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിക്കാനാണ് C13 ഉപയോഗിക്കുന്നത്. C14 എന്ന് പറഞ്ഞാൽ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പാണ്. ഇത് ഫോസിലുകളുടെ കാലപ്പഴക്കം, ഏജ് ഓഫ് ഫോസിൽസ് നിർണ്ണയിക്കാനാണ് C14 ഉപയോഗിക്കുന്നത്.
C12 ഇലക്ട്രോണിൻ്റെ എണ്ണം 6, പ്രോട്ടോണിൻ്റെ എണ്ണം 6, ന്യൂട്രോണിൻ്റെ എണ്ണം 6. C13 പ്രോട്ടോണിൻ്റെ എണ്ണം 6, ഇലക്ട്രോണിൻ്റെ എണ്ണം 6, ന്യൂട്രോണിൻ്റെ എണ്ണം 7. C14 ഇലക്ട്രോണിൻ്റെ എണ്ണം 6, പ്രോട്ടോണിൻ്റെ എണ്ണം 6, ന്യൂട്രോണിൻ്റെ എണ്ണം 8. മനസ്സിലായല്ലോ. അപ്പോൾ ഇതാണ് കാർബണിൻ്റെ ഐസോടോപ്പുകൾ. ഐസോടോപ്പുകൾ എന്ന് പറയുന്നത് അറ്റോമിക് നമ്പർ സെയിം ആയിരിക്കും, പക്ഷേ മാസ് നമ്പർ വ്യത്യസ്തമായിരിക്കും, ഡിഫറെൻ്റ് ആയിരിക്കും. മറ്റ് ചില ഐസോടോപ്പുകളും അവരുടെ ഉപയോഗങ്ങളും പഠിക്കാം. അയോഡിൻ 131. അയോഡിൻ്റെ യൂസ് എന്ന് പറയുന്നത് ടു സ്റ്റഡി ദി ഫങ്ഷൻ ഓഫ് തൈറോയ്ഡ് ഗ്ലാൻഡ് ആൻഡ് ഇൻ ഇറ്റ്സ് ട്രീറ്റ്മെൻറ്റ്. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനങ്ങളുടെ പഠനത്തിനും ചികിത്സയ്ക്കും അയോഡിൻ 131 എന്തിനാണ് ഉപയോഗിക്കുന്നത്? തൈറോയ്ഡ് ഗ്ലാൻഡിൻ്റെ ഫങ്ഷനിങ്, പ്രവർത്തനങ്ങളുടെ പഠനത്തിനും ചികിത്സയ്ക്കും ട്രീറ്റ്മെൻറ്റിനുമാണ് അയോഡിൻ 131 ഉപയോഗിക്കുന്നത്. ഇനി യുറേനിയം 235 ആണവ നിലയങ്ങളിലെ ഇന്ധനം, ഫ്യൂവൽ ഇൻ ന്യൂക്ലിയർ റിയാക്ടേഴ്സ്. അതുപോലെ നമ്മൾ മുകളിൽ പഠിച്ചു ഹെവി വാട്ടറും ന്യൂക്ലിയർ റിയാക്ടേഴ്സ്, ഖനജലവും ആണവ നിലയങ്ങളിൽ ഉപയോഗിക്കുന്നതാണ്. ഇപ്പോൾ യുറേനിയം 235 ആണവ നിലയങ്ങളിലെ ഇന്ധനമാണ്, ഫ്യൂവലാണ് ന്യൂക്ലിയർ റിയാക്ടേഴ്സിൽ. കൊബാൾട്ട് 60 എന്ന് പറയുന്നത് ക്യാൻസർ ചികിത്സയ്ക്ക്, ക്യാൻസർ ട്രീറ്റ്മെൻറ്റിന് കൊബാൾട്ട് 60 ഉപയോഗിക്കും. സോഡിയം 24 എന്ന് പറയുന്നത് ടു ഡിറ്റക്ട് ദി ലീക്കേജ് ഇൻ ഇൻഡസ്ട്രിയൽ പൈപ്പ് ലൈൻസ്, വ്യവസായിക പൈപ്പ് ലൈനുകളുടെ ചോർച്ച കണ്ടെത്താൻ സോഡിയം 24 ഉപയോഗിക്കും. അയൺ 59 ടു ഡയഗ്നോസ് അനീമിയ, അനീമിയയെ നിർണ്ണയിക്കാൻ അയൺ 59 ഉപയോഗിക്കും. അയൺ 59 ഉപയോഗിക്കുന്നത് ടു ഡയഗ്നോസ് അനീമിയ. ഇനി ഐസോബാർസ് എന്താണെന്ന് നോക്കാം. ഐസോബാറുകൾ ഇവിടെ ആർഗണിൻ്റെയും പൊട്ടാസ്യത്തിൻ്റെയും കാൽഷ്യത്തിൻ്റെയും ഓർബിറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഓർബിറ്റ് ഇലക്ട്രോണിക് വിന്യാസം നൽകിയിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് അനലൈസ് ചെയ്തിട്ട്, വിശകലനം ചെയ്തിട്ട് ഈ പട്ടിക പൂർത്തീകരിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, ആദ്യത്തെ ആർഗണിൽ പ്രോട്ടോണിൻ്റെ എണ്ണം 18, ഇലക്ട്രോണിൻ്റെ എണ്ണവും 18, ന്യൂട്രോണിൻ്റെ എണ്ണം 22. അറ്റോമിക് നമ്പർ എന്താണ്? ഈക്വൽ ടു പ്രോട്ടോണിൻ്റെ എണ്ണമാണ്, അപ്പോൾ അറ്റോമിക് നമ്പറും 18, മാസ് നമ്പർ എന്താണ്? 40. ഇനി പൊട്ടാസ്യം എന്ന് വരുമ്പോഴത്തേക്ക് പൊട്ടാസ്യം നോക്കൂ, രണ്ടാമത്തെ ഈ ഫിഗറാണ്. അതിൽ പ്രോട്ടോണിൻ്റെ എണ്ണം 19, ഇലക്ട്രോണിൻ്റെ എണ്ണവും 19, ന്യൂട്രോണിൻ്റെ എണ്ണം എത്രയാണ്? 21N. അപ്പോൾ ന്യൂട്രോണിൻ്റെ എണ്ണം 21. അറ്റോമിക് നമ്പർ എന്താണ്? പ്രോട്ടോണിൻ്റെ എണ്ണത്തിന് ഈക്വൽ ആണ്, അപ്പോൾ അത് 19. മാസ് നമ്പർ എത്രയാണ്? 40. അറ്റോമിക് നമ്പർ 19, മാസ് നമ്പർ 40. ഇനി അടുത്തത് കാൽഷ്യം. കാൽഷ്യത്തിൽ പ്രോട്ടോണിൻ്റെ എണ്ണം 20, ഇലക്ട്രോണിൻ്റെ എണ്ണവും 20, ന്യൂട്രോണിൻ്റെ എണ്ണം കാൽഷ്യത്തിലും 20. അറ്റോമിക് നമ്പർ ന്യൂട്രോണിൻ്റെ എണ്ണവും 20, അറ്റോമിക് നമ്പർ 20, പ്രോട്ടോണിൻ്റെ എണ്ണത്തിന് ഈക്വലാണെന്ന് അറിയാമല്ലോ, അപ്പോൾ 20. മാസ് നമ്പർ 40. അപ്പോൾ ഇവിടെ എന്താണ് നമുക്ക് കാണാൻ സാധിക്കുന്ന പ്രത്യേകത? ഇവിടെ മാസ് നമ്പർ എല്ലാ എലമെൻറ്റിനും, ഈ 3 എലമെൻറ്റിനും ഈക്വലാണ് അല്ലേ? മാസ് നമ്പർ ഈക്വലാണ്, പക്ഷേ ആരാണ് ഡിഫറൻറ്റ്? അറ്റോമിക് നമ്പർ വ്യത്യസ്തമാണ്. അപ്പോൾ മാസ് നമ്പർ ഒരുപോലെ വരുന്ന കേസാണ് ഐസോബാർസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു എലമെൻറ്റിൻ്റെ മാസ് നമ്പറുകൾ, മൂലകത്തിൻ്റെ മാസ് നമ്പർ ഈക്വൽ ആണെങ്കിൽ അവയെ നമ്മൾ ഐസോബാറുകൾ എന്ന് വിളിക്കും. അവിടെ അറ്റോമിക് നമ്പർ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് പെക്യുലാരിറ്റി ആണ് നമുക്ക് മാസ് നമ്പർ ഈ എലമെൻസിൻ്റെ കാണാൻ സാധിച്ചത്? എല്ലാം ഒരുപോലെയാണ് അല്ലേ? ആർഗണിൻ്റെയും പൊട്ടാസ്യത്തിൻ്റെയും കാൽഷ്യത്തിൻ്റെയും ഒക്കെ മാസ് നമ്പർ സെയിം ആണ്, ഒരുപോലെയാണ്. ആർ ദി അറ്റോമിക് നമ്പർ ദി സെയിം? അറ്റോമിക് നമ്പർ തുല്യമാണോ? അല്ല, അറ്റോമിക് നമ്പർ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ളവരെയാണ് നമ്മൾ ഐസോബാർ എന്ന് വിളിക്കുന്നത്. മാസ് നമ്പർ സെയിമും അറ്റോമിക് നമ്പർ ഡിഫറെൻറ്റും, മാസ് നമ്പർ ഒരുപോലെയും അറ്റോമിക് നമ്പർ വ്യത്യസ്തമായ ആൾക്കാരെയാണ് നമ്മൾ ഐസോബാർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഐസോബാർസ് ആർ ആറ്റംസ് ഹാവിങ് ദി സെയിം മാസ് നമ്പർ ആൻഡ് ഡിഫറെൻറ്റ് അറ്റോമിക് നമ്പർ. ഒരേ മാസ് നമ്പറും വ്യത്യസ്ത അറ്റോമിക് നമ്പറും ഉള്ള ആറ്റങ്ങളാണ് ഐസോബാർ എന്ന് പറയുന്നത്. ദേ ആർ ആറ്റംസ് ഓഫ് ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ഇൻ വിച്ച് ദി നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ് പ്രോട്ടോൺ പ്ലസ് ന്യൂട്രോൺ ആർ ഈക്വൽ. ഇവ ന്യൂക്ലിയസിലെ ആകെ കണങ്ങളുടെ എണ്ണം പ്രോട്ടോൺ പ്ലസ് ന്യൂട്രോൺ തുല്യമായ വ്യത്യസ്ത മൂലക ആറ്റങ്ങളായിരിക്കും. അപ്പോൾ ഇതുപോലെ തന്നെ വേറൊന്നുണ്ട് ഐസോട്ടോൺ. അവിടെ ന്യൂട്രോണിൻ്റെ എണ്ണമായിരിക്കും തുല്യമായിരിക്കുന്നത്. ന്യൂട്രോണിൻ്റെ എണ്ണം തുല്യമായിരിക്കുന്നവരെയാണ് ഐസോട്ടോൺ എന്ന് പറയുന്നത്. അത് നമുക്ക് പഠിക്കാനില്ല, ജസ്റ്റ് ഒന്ന് എക്സ്ട്രാ ഒരു അറിവിന് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഐസോബാറും ഐസോടോപ്പുമാണ് നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത്. ഐസോടോപ്പ് എന്ന് പറയുന്നത് മാസ് നമ്പർ ഡിഫറെൻറ്റും ഐസോബാർ എന്ന് പറയുന്നത് അറ്റോമിക് നമ്പർ വ്യത്യസ്തവുമായിരിക്കും. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു.
താങ്ക് യു.